സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഇസ്ലാമിക ജിഹാദികൾക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയമുള്ളത്, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട് ജീവിക്കുന്നത് അള്ളാഹുവിനെ അല്ല, മുഹമ്മദിനെ അല്ല, മറ്റുള്ളവരെ ആരെയല്ല, വിശുദ്ധ വേദപുസ്തകത്തിലെ അപ്പോസ്തലനായ പൗലോസിനെയാണ്. പൗലോസിന് ഇവർക്ക് ഭയങ്കര ഭയമാണ്. പൗലോസിനെതിരെ ഇവർ പലവിധമായിട്ടുള്ള ആരോപങ്ങൾ ഉന്നയിക്കും. അതിൻ്റെയൊക്കെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് ചില കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ ജീവിച്ച വ്യക്തിയാണ് ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് എന്ന് പറയുന്നത്. ഇന്നേ ദിവസം അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കാനുണ്ടായ കാരണം തന്നെ, ഫേസ്ബുക്കിൽ നിരന്തരം പൗലോസിനെ കാണുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്ന ചില ജിഹാദികളുണ്ട്. മുഖമൊന്നും കാണിച്ചു വരികയല്ല, ഭയമാണ് അവർക്ക്. പൗലോസ് എന്ന് കേൾക്കുമ്പോൾ ഈ ജിഹാദികൾക്ക്, ഈ മുഹമ്മദിയർക്ക് ഭയം അങ്ങോട്ട് കൂടിയിട്ട് എന്ത് പറയണമെന്നറിയത്തില്ല. കാരണം ഇവർ പറയുന്ന പല ആരോപണങ്ങളുണ്ട്. അതിലൊരു ആരോപണമാണ്, യേശുവിൻ്റെ കൂട്ടത്തിൽ നടന്നയാളല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ആളല്ലായിരുന്നു പൗലോസ്. അപ്പോൾ ഈ പൗലോസിൻ്റെ വാക്കുകളെ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്? പൗലോസാണ് ക്രിസ്ത്യാനിറ്റി സ്ഥാപിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ ഇവരുടെ ഉള്ളിലെ ഭയം പല രീതിയിൽ ഇവർ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിൽ നടന്നയാളല്ല പൗലോസ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ഹദീസുകളുണ്ടല്ലോ, ഏതാ? ബുഖാരി, മുസ്ലിം, തിർമിദി, ഇങ്ങനെയുള്ള ഹദീസുകളുണ്ടല്ലോ, ഇതൊക്കെ എഴുതിയ ആൾക്കാർ മുഹമ്മദിൻ്റെ കൂട്ടത്തിൽ ജീവിച്ചയാളാ അവരെല്ലാവരും? മുഹമ്മദ് മരിച്ച് എത്രയോ വർഷത്തിന് ശേഷമാണ് 16 വർഷത്തോളം കണ്ണിന് കാഴ്ചയില്ലാതിരുന്ന ഈ ബുഖാരി ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ മുഹമ്മദ് മരിച്ച് 240 പരം വർഷമെന്ന് പറയുന്നുണ്ട്. 200 വർഷം, പല വർഷങ്ങളാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ശിഷ്യന്മാരുമായിട്ട് എന്തെക്കാളും പൗലോസ് അപ്പോസ്തലൻ കാണുകയും ചെയ്തിട്ടുണ്ട്, അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, അവരുമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഇടപെട്ടിട്ടുമുണ്ട്. ഇതൊന്നും അറിയാൻ പറ്റാത്ത നിങ്ങൾ, ബൈബിൾ എന്ന് പറയുന്ന സാധനം വായിച്ചു നോക്കാത്ത നിങ്ങളെപ്പോലെ ഉള്ള വിവരദോഷികളായിട്ടുള്ളവർ പൗലോസ് അപ്പോസ്തലനെ പറ്റി പലതും പറഞ്ഞു നടക്കും. കാരണം മുഹമ്മദ് മാനവരിൽ മഹോന്നതനാണെന്ന് മുസ്ലിങ്ങൾ വൻതോതിൽ പ്രചരണം നടത്തുന്നുണ്ടെങ്കിലും ഹദീസുകളും സീറകളും പരിശോധിച്ചാൽ കാണുന്ന യഥാർത്ഥ മുഹമ്മദിൻ്റെ ചിത്രം വ്യത്യസ്തമാണ്. അതൊക്കെ ഒന്ന് പരിശോധിച്ചു പോയി കഴിഞ്ഞാൽ മുഹമ്മദിനെ പറ്റി ഉയർത്തിപ്പറയാൻ വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, കൂലി എഴുത്തുകാർ. അത്തരം എഴുത്തുകാർ ഇതൊന്നും വായിക്കത്തില്ല, ഇതൊന്നും അവരുടെ മുമ്പിലേക്ക് പെടത്തില്ല. അതിനെ മനനം ചെയ്യാനുള്ള കഴിവ് അവർക്കില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഈ ഗതി വന്നത്. മഹോന്നതനെന്ന് പോയിട്ട് ഒരു സാധാരണ മനുഷ്യനായിരിക്കാനുള്ള യോഗ്യത പോലും മുഹമ്മദിനുണ്ടോ എന്ന് ഹദീസുകളും സീറകളും ഒക്കെ വായിക്കുന്ന ഒരാൾ സംശയിച്ചു പോയാൽ അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥങ്ങൾ വരച്ചു വച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഹമ്മദിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഗ്രന്ഥങ്ങളിൽ, ഇവർ പറയുന്ന എല്ലാ പണ്ഡിതന്മാരും മറ്റുള്ളവരും എഴുതി വിട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വരച്ചു വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എഴുതി വച്ചിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജഡത്തിൻ്റെ പ്രവർത്തികൾ മാത്രം വെളിപ്പെടുത്തുകയും ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാതിരിക്കുകയും ചെയ്ത മനുഷ്യനാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. ന്യായപ്രമാണം പുനഃസ്ഥാപിക്കാൻ വന്നുവെന്ന് ഈ ജിഹാദികൾ പല ആൾക്കാരും, നവീന മുസ്ലിങ്ങളൊക്കെ അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ പുത്തൻ മുസ്ലിങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കസേര ഇട്ട് കൊടുത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ. അവരെ കൂടി പെരയ്ക്കകത്ത് കയറി എന്നുള്ളത് വേറൊരവസ്ഥ. അപ്പോൾ ഈ നവീന മുസ്ലിങ്ങളല്ലെന്നുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ഓടിപ്പിടിച്ച് നടക്കുന്ന ജിഹാദികളായിട്ടുള്ളവർ വന്നിട്ട് പറയുന്നത് മുഹമ്മദ് ന്യായപ്രമാണം ലംഘിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യനായിരുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവിൻ്റെ ഫലവും എന്താണെന്ന് അറിയാവുന്ന ഒരു ക്രൈസ്തവറിന് മുഹമ്മദിൻ്റെ ജീവിതം പരിശോധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും മുഹമ്മദ് ഏത് തരക്കാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജിഹാദികൾ പറയുന്നത് ന്യായപ്രമാണത്തെ പുനഃസ്ഥാപിച്ചു കൊടുത്തത് മുഹമ്മദാണെന്നൊക്കെയാണ് പറയുന്നത്. പൗലോസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയതൊക്കെയാണ് പറയുന്നത്. മടയന്മാരുടെ ഓരോരോ കാര്യങ്ങളെ.
അപ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്താണെന്നും ആത്മാവിൻ്റെ ഫലം എന്താണെന്നും രേഖപ്പെടുത്തിയ ഗലാത്യ ലേഖനത്തിൽ ആയിരിക്കുന്നത് കൊണ്ടാണ് ദാവാക്കാർക്ക് ഗലാത്യ ലേഖനത്തിനോട് ഇത്രയ്ക്ക് വിരോധമാണ്. കാരണം പൗലോസിനോട് വിരോധം ഉണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ എഴുതിയ ഗലാത്യ ലേഖനത്തിനോട് എന്ത് ചെയ്യും? വിരോധം ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. ആ വിരോധം അപ്പോസ്തലന് നേരെ തിരികുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, തിരിയുക മാത്രമല്ല, ഇവർ തിരിഞ്ഞിട്ട് പിന്നെ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യുമെന്നറിയോ? സ്നേഹിക്കുകയും ചെയ്യുന്ന ചില പണ്ഡിതന്മാരുണ്ട്. ദൈവം അനുവദിച്ചാൽ അത് ഞാൻ പറയാം. ഒരു ക്രൈസ്തവന് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് മുഹമ്മദിലൂടെ വന്ന ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് പരിശോധിക്കുന്നതിന് മുമ്പ് ഈ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ എഴുതിയ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 15 കാര്യങ്ങളുണ്ട് കേട്ടോ. 15 കൂട്ടം കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ 15 കൂട്ടം കാര്യങ്ങളിൽ മുഹമ്മദ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഇസ്ലാം വിഷയങ്ങളെ പറ്റി വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഓരോരുത്തർക്കും മനസ്സിലാകും. ഉത്തരം ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ 15 കാര്യങ്ങളും ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പറ, പൗലോസ് അപ്പോസ്തലനെ ഇവർ ഭയപ്പെടുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലനോട് ഇവർക്ക് ദേഷ്യമുണ്ടോ ഇല്ലയോ? കാരണം എന്താ? 15 കാര്യങ്ങൾ എഴുതി വെച്ച് 15 കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയം, മദ്യപാനം, വെറിക്കൂത്ത്, ഈ 15 കാര്യങ്ങളും ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ തെളിയിക്കാവുന്നേ ഉള്ളൂ. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കിയാലോ. ഒന്ന്, ദുർനടപ്പ് എന്താണെന്ന് നോക്കണം. 33:50 അല്ലാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീയെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോകുന്നവരായ നിന്റെ പ്രതിവ്യന്റെ പുത്രിമാർ, നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ, നിന്റെ അമ്മാവന്റെ പുത്രിമാർ, നിന്റെ മാതൃ സഹോദരിമാരുടെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു. സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു. ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിപ്പാൻ വേണ്ടി അത്രേ ഇത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. 33:50 ഇതിൽ ദുർനടപ്പ് എവിടെയെങ്കിലും ഉണ്ടോ സഹോദരന്മാരെ? വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ? കാരണം മുഹമ്മദിന് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു അനുവദിച്ചു കൊടുത്തു എന്ന് മലക്ക് പറഞ്ഞതായി ഖുറാന്റെ എഴുത്തുകാർ ആരോപിക്കുന്ന ആയത്താണിത്. അള്ളാഹു ദൈവമാണോ അതോ മുഹമ്മദിന്റെ വീട്ടുകാര്യസ്ഥനാണോ എന്ന് ഇത് വായിക്കുന്നവർക്ക് സംശയം തോന്നിപ്പോയാൽ അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം യുദ്ധത്തിൽ പിടിച്ചെടുത്ത അടിമ സ്ത്രീകളെ പിതാവിൻ്റെ സഹോദരിമാരുടെ പുത്രിമാരെ, പിതാവിൻ്റെ സഹോദരിയുടെ പുത്രിമാരെ, മാതാവിൻ്റെ സഹോദരന്മാരുടെ പുത്രിമാരെ, മാതാവിൻ്റെ സഹോദരിയുടെ പുത്രിമാരെ, പിന്നെ സ്വന്തം ദേഹം മുഹമ്മദിന് ദാനം ചെയ്യാൻ വരുന്ന സ്ത്രീകളെയും മുഹമ്മദിന് വിവാഹം ചെയ്യാം. വിവാഹമല്ല, നിക്കാഹ് ചെയ്യാന്ന് പറയും. നിക്കാഹും വിവാഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിക്കാഹ് ചെയ്യാം. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ പരിഷ്കൃത ലോകത്ത് സഹോദരിമാരായി കണക്കാക്കപ്പെടുന്ന ആളുകളെ വരെ നിക്കാഹ് ചെയ്യാനുള്ള അനുവാദമാണ് മുഹമ്മദിന് അള്ളാഹുവിൽ നിന്ന് കിട്ടിയിരിക്കുന്നതായി ഖുറാന്റെ എഴുത്തുകാർ പറയുന്നത്. അന്നത്തെ അറബികളുടെ ധാർമ്മിക സംസ്കാരത്തിൽ നിന്ന് അല്പം പോലും ഉയർച്ച അള്ളാഹുവിൻ്റെ ധാർമ്മിക ബോധത്തിനില്ല എന്ന് തെളിയിക്കുന്ന ആയത്താണിത്. എന്തായാലും സഹോദരിമാരായി പരിഗണിക്കപ്പെടേണ്ട സ്ത്രീകളെ വരെ നിക്കാഹ് ചെയ്ത് നടക്കുന്ന ആളെ ദുർനടപ്പുകാരനായി മാത്രമേ പരിഷ്കൃത മനുഷ്യർക്ക് കാണാൻ സാധിക്കത്തുള്ളൂ, ബൈബിളിലും കാണാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഒന്ന്. ഏത്? ദുർനടപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയം അശുദ്ധി. അശുദ്ധിയെപ്പറ്റി ഒന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ എഴുതിയതല്ല കേട്ടോ, ഇത് ഇസ്ലാമിൻ്റെ ആൾക്കാർ എഴുതിയ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്.
ആയിഷ നിവേദനം: നിങ്ങളിൽ ഒരുവൾക്ക് ആർത്തവം ഉണ്ടായാൽ അവളോട് ആർത്തവത്തിൻ്റെ പ്രധാന ഘട്ടത്തിൽ വസ്ത്രം ശരി കൊടുക്കുവാൻ നബി കൽപ്പിക്കും. പിന്നെ അവളുമായി അടുത്തിടപെടുകയും ചെയ്യും. ആയിഷ ചോദിച്ചു, നബിക്ക് അവിടുത്തെ ആവശ്യം നിയന്ത്രിക്കാൻ സാധിച്ചിരുന്ന പോലെ നിങ്ങളിൽ ആർക്കാണ് തൻ്റെ ആവശ്യം നിയന്ത്രിക്കാൻ സാധിക്കുക? സുഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 3 ഹദീസ് നമ്പർ 2. അശുദ്ധിയാണേ. അടുത്തത് മൈമുന നിവേദനം: ആർത്തവകാരികളായിരിക്കവേ നബി തൻ്റെ പത്നിമാരുമായി തുണിക്ക് അപ്പുറമായി കൊണ്ട് സഹവസിക്കാറുണ്ടായിരുന്നു. സുഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 3 ഹദീസ് നമ്പർ 3. അടുത്തത് ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അശുദ്ധിയുടെ വിഷയത്തിലൊക്കെ ഒന്ന് നോക്കിക്കോണം. ആയിഷ പറയുന്നു, തിരുമേനിയോടൊപ്പം സ്വപത്നിമാരിൽ ചിലർ പള്ളിയിൽ ഇഫ്തികാഫ് ഇരുന്നു. അവർക്ക് അമിതമായ രക്തം പോകുന്ന രോഗമുണ്ടായിരുന്നു. രക്തത്തിൻ്റെ ആധിക്യം മൂലം താഴെ താലം വെക്കുകയാണ് അവർ ചെയ്തിരുന്നത്. സുഹൈൽ ബുഖാരി അധ്യായം 6 ഹദീസ് നമ്പർ 204 പേജ് 252. ഉമ്മു സൽമ പറയുകയാണ്, തിരുമേനിയോടൊപ്പം ആർത്തവഘട്ടത്തിൽ ഒരേ പുതപ്പിൽ കിടന്ന് തിരുമേനി നോമ്പ് നോറ്റിരുന്നുവെന്നും അന്നേരം എന്നെ തിരുമേനി ചുംബിച്ചിരുന്നുവെന്നും ഈ റിയായത്തിൽ അവർ പറയുന്നു. സുഹൈൽ ബുഖാരി അധ്യായം 6 ഹദീസ് നമ്പർ 210 പേജ് 256. ഒരു കാര്യം മനസ്സിലാക്കണം, ആർത്തവഘട്ടത്തിൽ തിരുമേനി നോമ്പ് നോറ്റിരുന്ന സമയം പോലും തിരുമേനി എന്ത് ചെയ്തിട്ടുണ്ട്? ചുംബിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചില ജിഹാദികൾ ഇത് കേട്ടിട്ട് വരും, ഹക്കീമിനെ പോലുള്ളവരൊക്കെ വന്നിട്ട് പറയും, ഭാര്യമാരുമായിട്ടല്ലേ, തരാം, മറുപടി തരാം, പേടിക്കണ്ട. അടുത്തത് പിന്നെയും മൈമുന പറയുകയാണ്, ആർത്തവം ആരംഭിച്ചു കഴിഞ്ഞാൽ അവർ നമസ്കരിക്കുകയില്ല. തിരുമേനിയുടെ മുമ്പിൽ വിരിപ്പ് വിരിച്ച് അവർ കിടക്കും. തിരുമേനി തൻ്റെ പായ വിരിച്ച് അതിൽ നിന്നുകൊണ്ട് നമസ്കരിക്കും. സുജൂദ് ചെയ്യുമ്പോൾ അവിടുത്തെ വസ്ത്രം അവരുടെ ശരീരത്തിൽ തട്ടും. അത്ര അടുത്താണ് കിടന്നിരുന്നത്. സുഹൈൽ ബുഖാരി അധ്യായം 6 ഹദീസ് നമ്പർ 215 പേജ് 256. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെന്താണ് ഇത്രയും വായിച്ചു, ഇതിൻ്റെ അകത്ത് എന്താണ് അശുദ്ധിയുടെ വിഷയത്തിൽ? അത് സ്ത്രീകൾക്കല്ലേ എന്ന് ചോദിക്കും. അല്ല, ഈ ന്യായപ്രമാണവുമായിട്ടാണ് മുഹമ്മദ് വന്നതെന്നാണല്ലോ പറയുന്നത്. ന്യായപ്രമാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ മുത്തു റസൂൽ കൊണ്ടുവന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അപ്പം നമുക്ക് ആവർത്തിച്ച് ഇവർ പറയുമ്പോഴത്തേനും നമുക്ക് ലേവ്യ പുസ്തകത്തിലേക്കൊന്ന് പോകേണ്ടി വരും. ലേവ്യ പുസ്തകം 15 അധ്യായൻ്റെ 19 മുതൽ 24 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് സ്രവമുണ്ടായി, അവളുടെ അംഗസ്രവം രക്തമായിരുന്നാൽ അവൾ 7 ദിവസം അശുദ്ധിയായിരിക്കണം. അവളെ തൊടുന്നവനെല്ലാം സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അവളുടെ അശുദ്ധിയിൽ അവൾ ഏതിന്മേലെങ്കിലും കിടന്നാൽ അതൊക്കെയും അശുദ്ധമായിരിക്കണം. അവൾ ഏതിന്മേലെങ്കിലും ഇരുന്നാൽ അതൊക്കെയും അശുദ്ധമായിരിക്കണം. അവളുടെ കിടക്ക തൊടുന്നവനെല്ലാം വസ്ത്രവലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. അവൾ ഇരുന്ന ഏതൊരു സാധനവും തൊടുന്നവനെല്ലാം വസ്ത്രവലക്കി വെള്ളത്തിൽ കുളിക്കുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. അവളുടെ കിടക്കമേലോ അവൾ ഇരുന്നതിന്മേലോ ഉള്ള ഏതാണെങ്കിലും തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ഒരുത്തൻ അവളോടുകൂടെ ശയിക്കുകയും അവളുടെ അശുദ്ധി അവന്മേലാകുകയും ചെയ്താൽ അവൻ 7 ദിവസം അശുദ്ധനായിരിക്കണം. അവൻ കിടക്കുന്ന കിടക്കയൊക്കെയും അശുദ്ധമാകും. അല്ല, ലേവ്യ പുസ്തകത്തിൽ ഇത് പറഞ്ഞിരിക്കുമ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് മുഹമ്മദ് അശുദ്ധിയിൽ അഭിരമിച്ചിരുന്ന ഒരുവനായിരുന്നു എന്ന് ഈ ഹദീസുകളിൽ നിന്ന് ഇനി വേറെ എന്തെങ്കിലും വേണോ നിങ്ങൾക്ക്? കാരണം ആർത്തവമായിരുന്ന സമയത്ത് സ്ത്രീയുമായിട്ട് തൊട്ടും മുട്ടും ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കേ മുഹമ്മദ് പോയിട്ട് ചുംബനം കൊടുക്കുമായിരുന്നു. ഇതൊന്നും അറിയാൻ വയ്യാത്ത കുറേ ജിഹാദികൾ ഇവിടെ കിടന്നങ്ങ് പൂണ്ട് വിളയാടുക പൗലോസ് അപ്പോസ്തലനെ പറ്റി. പൗലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കടയ്ക്ക് കത്തി വെച്ചിരിക്കല്ലേ. അതാണ് ഇവർക്കുള്ള വിഷമം. ഇനി 3-ാമത്തെ കാര്യം ദുഷ്കാമം. ഈ മുഹമ്മദിൻ്റെ വളർത്തുമകനായിരുന്ന സെയ്ദിൻ്റെ ഭാര്യ ഒരിക്കൽ മുഹമ്മദ് കാണാൻ പാടില്ലാത്ത വിധത്തിൽ കണ്ടു. അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്ന് തബരി പറയുന്നുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് ഒരു ദിവസം സൈദിനെ അന്വേഷിച്ചു സൈദിൻ്റെ വീട്ടിലെത്തി. ശിരോവസ്ത്രം കൊണ്ട് വാതിൽ മറച്ചു വെച്ചിരുന്നു. പക്ഷെ കാറ്റുകൊണ്ട് ആ ശിരോവസ്ത്രം മാറിപ്പോയി. സൈനബ് അവളുടെ മുറിയിൽ വിവസ്ത്രയായിരിക്കുകയായിരുന്നു. ഇത് കണ്ട് മുഹമ്മദിന് അവളെക്കുറിച്ചുള്ള ആഗ്രഹം മനസ്സിൽ കയറി. അതിനുശേഷം അള്ളാഹു സയ്യിദിൻ്റെ മനസ്സിൽ സൈനബിനോടുള്ള താല്പര്യം ഇല്ലാതെയാക്കി. അള്ളാഹു ഇങ്ങനെ അടുത്ത് നിൽക്കുകയാണ് മുഹമ്മദിൻ്റെ, അകലെയല്ല കേട്ടോ, അടുത്ത് നിൽക്കുകയാണ്. എന്ത് മുഹമ്മദിന് വേണം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ മുഹമ്മദ് ഒന്ന് മനസ്സിൽ ചിന്തിക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇസ്ലാമിൻ്റെ ദൈവമായ അള്ളാഹു എന്ത് ചെയ്യുക, ഖുറാനിലെ ദൈവമായ അള്ളാഹു ഇവർ പേരിട്ടിരിക്കുന്ന അള്ളാഹു അടുത്ത് നിൽക്കുകയാണ് ഉടനെ തന്നെ കാര്യം സാധിച്ചു കൊടുക്കാൻ.
തബരിയിലാണത് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഒരു വിഷയം, ആ വർഷം പ്രവാചകൻ സൈനബ് ബിൻ ജഹ്സിനെ വിവാഹം ചെയ്തു. അള്ളാഹുവിൻ്റെ ദൂതൻ സയ്യിദിൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ അപ്പോൾ സയ്യിദിനെ പ്രവാചകന് കാണാൻ കഴിഞ്ഞില്ല. സയ്യിദിൻ്റെ ഭാര്യയായ സൈനബ് അദ്ദേഹത്തെ എതിരേൽപ്പാൻ എഴുന്നേറ്റു. അവൾ പകുതി വസ്ത്രം ധരിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു. അവൾ വ്യഗ്രതയോടെ ചാടി എഴുന്നേൽക്കുകയും അവളിൽ അള്ളാഹുവിൻ്റെ ദൂതനോടുള്ള ആരാധന ഉണർത്തുകയും ചെയ്തു. അത് കണ്ട് അദ്ദേഹം എന്തോ പെറുപുറത്തുകൊണ്ട് തിരിഞ്ഞു. എങ്കിൽ അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഹൃദയങ്ങളെ തിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന് മഹത്വം ഉണ്ടാകട്ടെ. സയ്യിദ് മുഹമ്മദിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, പ്രവാചക, അങ്ങ് എൻ്റെ ഭവനത്തിൽ വന്നതായി അറിഞ്ഞു. എന്തുകൊണ്ടാണ് ഉള്ളിൽ പ്രവേശിക്കാതിരുന്നത്? തങ്ങളുടെ അവളോടുള്ള മതിപ്പ് അവളിൽ ആവേശം ഉണർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദത്തുപുത്രൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വസ്ത്രം മാറിയത് കണ്ടപ്പോൾ തന്നെ എന്താണ്, ദൂതനോടുള്ള ആരാധന ഉണരുന്നു. അപ്പോൾ അതുകൂടാതെ എന്താണ്, അവളോടുള്ള ഹൃദയങ്ങളെ തിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന് മഹത്വം ഉണ്ടാകട്ടെ. പുള്ളി തീരുമാനം എടുത്തു കഴിഞ്ഞു ഇതെനിക്കുള്ളതാണെന്ന്. അപ്പം ഇതിനെ എന്താണ് പറയുന്നത്? ഇതിനെന്താണ് നമ്മൾ പറയുന്നത്? ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത്? നിങ്ങൾ തന്നെ പറയൂ. ദുഷ്കാമമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഇനി അതുകൂടാതെ തബരി അടുത്തത് പറയാണ്, സയ്യിദ് അവളെ ഉപേക്ഷിച്ചു അവൾ സ്വതന്ത്രയായി. അള്ളാഹുവിൻ്റെ ദൂതൻ ആയിഷയോട് സംസാരിക്കുമ്പോൾ ഒരു മോഹാലസ്യം അദ്ദേഹത്തിൽ വന്നു. അത് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാണ് സൈനബിൻ്റെ അടുത്ത് പോയി പറയുക ഈ സന്തോഷ വാർത്ത? അള്ളാഹു അവളെ എനിക്ക് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു. ശേഷം പ്രവാചകൻ സൂറ 33 മുഴുവനായും ചൊല്ലി. ആയിഷ പറഞ്ഞു, അവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ട് ഞാൻ വളരെ അസ്വസ്ഥയായി. കൂടെ അള്ളാഹു തന്നെ നേരിട്ട് അവളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തതും ഞാൻ പറഞ്ഞു. അവൾ ഇനി അത് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ആത്മപ്രശംസ നടത്തും. തബരി തന്നെയാണ് പറയുന്നത് കേട്ടോ, അജീഷല്ല. തബരി പറയുകയാണ് എന്ത്, ഉടനെ ഓക്കെ ആയി. സന്തോഷ വാർത്ത ആര് ചെന്ന് അറിയിക്കും? മുഹമ്മദിന് അങ്ങോട്ട് ആവേശം കയറിയിട്ട് ഇത് ആര് പറയുമെന്നാണ് ചോദിക്കുന്നത്. ആരുണ്ടോ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഇനി അടുത്തത് സുഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 89. സയ്യിദ് വിവാഹമോചനം നടത്തിക്കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അവളെ തനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കാൻ സയ്യിദിനെ തന്നെയാണ് അയക്കുന്നത്. മുസ്ലിമിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുകയാണ്, സ്വന്തം ദത്തുപുത്രൻ്റെ ഭാര്യനെ കണ്ട് മോഹം ഉദിച്ചു. അള്ളാഹു ഹൃദയങ്ങളെല്ലാം അറിയുന്ന അള്ളാഹു എന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ ഹൃദയത്തെ അറിയുന്ന ദൈവം, മുഹമ്മദിൻ്റെ ഹൃദയത്തെ അറിയുന്ന അള്ളാഹു ഉടനെ എന്ത് ചെയ്തു? കാര്യങ്ങളെല്ലാം നടത്തി. ഇനി വിവാഹം ആലോചിക്കാൻ ആരെയാണ് വിടുന്നത്? ഈ ദത്തുപുത്രൻ സയ്യിദിനെ തന്നെയാണ് വിടുന്നത്. വേറെ ആരെയും അന്വേഷിക്കുന്നില്ല. കാരണം എന്താ? അതാണ് നല്ലത്. കാരണം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമായിരിക്കും. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നീട് വായിച്ചു വരുമ്പോഴത്തേക്കാണ് അനസ് നിവേദനം. സൈനബയുടെ യുദ്ധ കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, അവളെ എനിക്ക് വേണ്ടി വിവാഹമാലോചന നടത്തുക. അപ്പോൾ സയ്യിദ് അവളുടെ അരികെ ചെന്നു. അവൾ മാവ് പുളിപ്പിക്കുകയായിരുന്നു. സയ്യിദ് പറഞ്ഞു, ഞാൻ അവളെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമമുണ്ടാക്കി. അവളെ നോക്കാൻ എനിക്ക് സാധിച്ചില്ല. റസൂൽ പറഞ്ഞതിനാൽ. എന്നിട്ട് എൻ്റെ പുറം ഭാഗം അവളിലേക്ക് തിരിയുന്ന നിലയിൽ ഞാൻ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, സൈനബേ, റസൂൽ നിന്നെ വിവാഹാലോചന നടത്താനായി അയച്ചതാണ്. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബുമായി കൂടിയാലോചന നടത്താതെ ഒന്നും ചെയ്യുകയില്ല. അങ്ങനെ അവൾ അവളുടെ നിസ്കാര സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഖുർആൻ ഇറങ്ങി. ഉടനെ നബി അവളുടെ അനുവാദമില്ലാതെ അവളുടെ അരികിൽ പ്രവേശിച്ചു. സൈനബയെ അള്ളാഹു നബിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതായി അറിയിച്ച് ആയത്തിറക്കപ്പെട്ടു. പുള്ളിക്ക് ഇടിച്ചു കയറാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? അതിലൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. ഇനി സൈനബയുടെ അനുവാദമില്ലാതെ തന്നെ മുഹമ്മദ് അവളുടെ അരികിൽ പ്രവേശിച്ചു എന്നതിൽ നിന്ന് സയ്യിദിൻ്റെ വീട്ടിൽ വെച്ച് വിവസ്ത്രയായി കണ്ട തൻ്റെ വളർത്തുപുത്രൻ്റെ ഭാര്യയുടെ രൂപം മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടാക്കിയ ആ ദുഷ്കാമം എത്രമാത്രം ശക്തമായിരുന്നു എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് കേട്ടപ്പോഴത്തേനും എങ്ങോട്ടാണ് പോയത്? അവളുടെ നിസ്കാര സ്ഥലത്തേക്ക്. അപ്പോൾ ഖുറാനായത്ത് ഇറങ്ങിയ ഉടനെ തന്നെ എന്ത് ചെയ്തു? മുഹമ്മദ് അവളുടെ അനുവാദം പോലും ഇല്ലാതെ നേരെ ഇടിച്ചാൻ കയറുകയാണ് ചെയ്തത്. അപ്പോൾ അപരിഷ്കൃതരായ അറബികൾ പോലും തങ്ങളുടെ വളർത്തുമകൻ്റെ ഭാര്യയുടെ നേരെ ദുഷ്കാമത്തോടെ നോക്കിയില്ല എന്ന് ഇതിന് ശേഷമുണ്ടായ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അറിയാം. മുഹമ്മദിന് തൻ്റെ ഭാര്യയോട് ആഗ്രഹം തോന്നി മനസ്സിലാക്കുന്നത് സയ്യിദ് അവളെ വിവാഹം ചെയ്ത് വിവാഹാലോചന നടത്തുന്നതിന് കാരണം മുഹമ്മദിന് അള്ളാഹു നൽകിയ പ്രത്യേകമായ 16 പദവികളിൽ ഒന്നാണിത്.
അത് നിങ്ങൾ മനസ്സിലാവും. 16 പദവികൾ അള്ളാഹു മുഹമ്മദിന് കൊടുത്തിട്ടുണ്ട്. ആ 16 പദവികൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരെണ്ണം ഇതാണ്. എന്ത്? മുഹമ്മദ് ഒരു സ്ത്രീയെ നോക്കിയാൽ, ആ സ്ത്രീയിൽ ആഗ്രഹം തോന്നിയാൽ മുഹമ്മദിന് അവളെ വിവാഹം ചെയ്യുന്നതിന് വേണ്ടി അവളുടെ ഭർത്താവ് അവളെ വിവാഹബന്ധം വേർപെടുത്തി നൽകേണ്ടത് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേന്നേ, അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. മഹാന്മാരെഴുതുകയാണ്, അപ്പൊ ഒരു പെണ്ണിനെ ഹബീബായ തങ്ങള് ആവശ്യപ്പെട്ടാൽ നിക്കാഹിന് നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം. വയഹ്റുമു അലാ ഗൈരിഹി ഖുതുബതുഹാ, ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ്. പറ്റൂല. നമ്മളൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആള് വന്ന് ആ പെണ്ണിന് ഓനസ്റ്റായ പെണ്ണങ്ങ് പോയി പോവും. എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിൽ അത്രയും നിർബന്ധമാണ്. വേറൊരാൾക്ക് ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല. കെട്ടല് പിന്നല്ലേ. മാത്രല്ല കേട്ടോ, യജിബു അലാ സൗജിഹാ ത്വലാഖുഹാ, ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ പോവുക. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓളാടന്നോട്ടെ. ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് ത്വലാഖ് ചൊല്ലൽ നിർബന്ധമാണ്. ത്വലാഖ് അപ്പ ചൊല്ലിക്കൊള്ളും. നല്ല ഒന്നാവല ശരീഅത്ത്. ഒരു നിക്കാഹിന്റെ വിഷയെടുത്താൽ തന്നെ എത്ര പറയാണ്ട്. അസ്നൽ മത്താലിബ് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാ, ഞങ്ങൾ കാണിച്ചു തരാ. ശൈഖ് സക്കരിയ അൽ അൻസാരി തങ്ങൾ പറയാം. ഇനി കേട്ടോളൂ. വലഹു തസ്വീജു മൻ ശാഅ ലിമൻ ശാഅ, ഇനി മൊത്തം പറ്റും. അതെങ്ങനെ? കെട്ടല് മാത്രമല്ല, കെട്ടിച്ചു കൊടുക്കാനും പറ്റും. ഇന്ന പെണ്ണിനെ ഇന്ന ആക്ക് കെട്ടിച്ചു കൊടുക്കാം. അതിൽ പെണ്ണിന്റെ സമ്മതം ആവശ്യമില്ല, പെണ്ണിന്റെ വാപ്പന്റെ സമ്മതം ആവശ്യമില്ല. കാരണം ആ വാപ്പന്റെയും മുകളിലുള്ള വലിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏഴാമത്തതായിട്ട് ഇനി 8, ചിലപ്പോ അള്ളന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കും. അവിടെ ഈജാബും കബൂലും തന്നെയല്ല. ഞാൻ സ്വീകരിച്ചു എന്നറിയാലോ, അതില്ലല്ലോ. ഏത് വറളീതു ബിഹി എന്നൊക്കെ പറയില്ലേ, ഖബിൽതു നിക്കാഹ, അതിന്റെ ഒന്നും ആവശ്യമല്ല. അള്ള നേരിട്ട് കെട്ടിച്ചു കൊടുക്കും. അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഹബീബായ മുത്ത് റസൂൽ ത്വാഹ റസൂൽ. നോക്ക് നിങ്ങൾ, ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോവുക. ഹബീബായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ്, ഒക്കെ ഒരു നിയമമാണ്. 4ലേറെ ഭാര്യമാരെ സ്വീകരിക്കാ. ഹബീബായ തങ്ങൾക്ക് ഇഹ്റാമിലായി നിക്കാഹ് ശരിയാവും. വലിയ വേണ്ട, സാക്ഷി വേണ്ട, മഹർ വേണ്ട. പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഒക്കെ സ്വീകരിക്കൽ നിർബന്ധം. പിന്നെ വേറൊരാൾക്ക് അവളെ പെൺകെട്ട് പറയാൻ പോലും പാടില്ല. ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് ത്വലാഖ് ചൊല്ലിക്കൊള്ളണം. മാത്രല്ല ആർക്കും ഏത് പെണ്ണിനെയും കെട്ടിച്ചു കൊടുക്കാം. അള്ള തന്നെ നേരിട്ട് കെട്ടിച്ചു കൊടുക്കുന്നു. 9ാമത് മഹാൻ പറയാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോമ്പിൽ ഓരോന്നിനും വ്യത്യസ്ത നിയമ. നോമ്പിന്റെ കാര്യത്തിൽ സൗമുൽ വിസ്വാലുണ്ട്. കേട്ടോ, നല്ല പരിപാടിയല്ലേ. ഉസ്താദ് തച്ചിന് അങ്ങ് പറയുകയാണ് നല്ല രീതിയിൽ. എന്താ അവസ്ഥ? മുഹമ്മദ് ഒരു സ്ത്രീയെ നോക്കിയാൽ ഭാര്യയും ഭർത്താവോട്ട് നടന്നു പോകുന്നു. അവളെ കണ്ടു ഇഷ്ടം തോന്നിയാൽ പുയ്യാപ്പിള പൊക്കോ, ഓളവിടെ നിന്നോ. സുല്ല്, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സുല്ല് എന്ന് പറയും, ചില സ്ഥലത്ത് സ്റ്റാച്ചു എന്ന് പറയും. സ്റ്റാച്ചു, അവിടെ നിൽക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. ഈ 4ാമത്തെ കാര്യം വിഗ്രഹാരാധന. മുഹമ്മദ് വിഗ്രഹാരാധന നടത്തുകയോ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നായിരിക്കും ഒരു പക്ഷേ മുസ്ലിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ബൈബിളിൻ്റെ ഭൂമികയിലും ക്രൈസ്തവതയുടെ പരിവേഷത്തിലും നിന്ന് നോക്കുമ്പോൾ മുഹമ്മദ് വിഗ്രഹാരാധന നടത്തുക മാത്രമല്ല, അതിനുശേഷം ഇന്ന് വരെ കോടാനുകോടി മനുഷ്യരെ കൊണ്ട് വിഗ്രഹാരാധന നടത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ് മുഹമ്മദ്. എല്ലാവരെയും കൂടെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൂട്ടി വിഗ്രഹാരാധന നടത്തുകയാണ് ചെയ്തത്. സുഹീഹുൽ ബുഖാരി വാല്യം 2 പുസ്തകം 26 ഹദീസ് നമ്പർ 667. അനസ് ബിൻ റബിയയിൽ നിന്ന് നിവേദനം. ഉമർ ഹജറുൽ അസ്വദിനരികെ അതിനെ ചുംബിച്ചതിന് ശേഷം പറഞ്ഞു, ഒരു സംശയമില്ല, ആർക്കും ഒരു ഗുണവും ദോഷമോ ചെയ്യാൻ കഴിയാത്ത ഒരു കല്ല് മാത്രമാണ് നീ എന്ന് എനിക്കറിയാം. അള്ളാഹുവിൻ്റെ അപ്പസ്വലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കില്ലായിരുന്നു.
അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇത് ഒരു ഗുണവും ഒരു കുന്തവും ഇല്ലാത്തൊരു ഇതാണല്ലോ എന്ന്. നമുക്ക് പിന്നീടാവുന്ന പരിശോധിച്ച് നോക്കാം. സൊഹീഹുൽ ബുഖാരി വാല്യം 2 പുസ്തകം 26 ഹദീസ് നമ്പർ 673. തൻ്റെ പിതാവ് പറഞ്ഞതായി സാലിമിൽ നിന്ന് നിവേദനം. അള്ളാഹുവിൻ്റെ അപ്പോസ്തലൻ മെക്കയിൽ എത്തിയതായി ഞാൻ കണ്ടു. അദ്ദേഹം തവാഫ് ചെയ്യുന്നതിനിടയിൽ കറുത്ത കല്ലിരുന്ന മൂലയിൽ ചുംബിച്ചു. 7 പ്രദക്ഷിണങ്ങളിൽ ആദ്യത്തെ 3 പ്രദക്ഷിണങ്ങളിലാണ് ഇദ്ദേഹം ഇത് ചെയ്തത്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ചുംബിച്ചതായിട്ട് പറയുന്നുണ്ട്. സൊഹീഹുൽ ബുഖാരി വാല്യം 2 പുസ്തകം 26 ഹദീസ് നമ്പർ 675, 676, 677, 679, 680 മുഹമ്മദ് കറുത്ത കല്ലിനെ ചുംബിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി സൊഹീഹ് മുസ്ലിമിലും പറയുന്നുണ്ട്. സൊഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 15 ഹദീസ് നമ്പർ 250. അബ്ദുള്ള ഇബ്നു സർജിസ് നിവേദനം. ഉമർ ഇബ്നു ഖത്താബ് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുണ്ടായി, അള്ളാഹു ആണ് സത്യം, തീർച്ചയായും ഞാൻ നിന്നെ ചുംബിക്കുന്നു. എനിക്കറിയാം നീ ഒരു കല്ലാണെന്ന്. നീ ഗുണം ചെയ്യുകയോ ദോഷം ചെയ്യുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഇബ്നു ഖത്താബും ഇതേ കാര്യം തന്നെ, മുഹമ്മദ് ചുംബിച്ചു, ഇവരും ചുംബിക്കുന്നു. ഈ ചുംബനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഭയങ്കര തിരക്കിട്ട ഒരു ചുംബനമാണ്. സൊഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 15 ഹദീസ് നമ്പർ 248, 248, 249, 251, 252 ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ മുഹമ്മദ് ഭയങ്കര വാത്സല്യം കാണിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഈ ഹദീസുകളിലെല്ലാം. ഇനി മുഹമ്മദിൻ്റെ ആദ്യ ജീവിത ചരിത്രകാരനായ ഇബ്നു ഇഷാഖ് സീറ റസൂലുള്ളയിൽ മുഹമ്മദ് ഈ കറുത്ത കല്ലിനെ ചുംബിച്ച കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തബരിയും ഇബ്നു ഹിഷാമും ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കല്ലിനെ ചുംബിക്കുന്നത് വിഗ്രഹാരാധനയാണോ എന്ന് ചോദിച്ചാൽ ബൈബിളിൻ്റെ ഭൂമികയിലും ക്രൈസ്തവതയുടെ പരിവേഷത്തിലും നിന്നുകൊണ്ടുള്ള മറുപടി അത് വിഗ്രഹാരാധന തന്നെയാണ് എന്നുള്ളതാണ്. അത് കേവലം ഒരു കല്ലല്ല, മറിച്ച് അല്ലാഹു ഭൂമിയിലേക്ക് ഇട്ടു തന്ന പരിശുദ്ധമായ കല്ലാണെന്ന വിശ്വാസത്തിലാണ് അതിൻ്റെ മുൻപാകെ മുട്ടുമടക്കുന്നത്, അതിനെ ചുംബിക്കുന്നത്. ആ കല്ല് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാണെന്നുള്ള പ്രത്യേകതകളെല്ലാം പല ഭാഗങ്ങളിലായിട്ട് കാണാം. നമ്മളത് പല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനോട് ബൈബിളിൻ്റെ കാഴ്ചപ്പാടോടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 19:18 ഏലിയ പ്രവാചകനോട് യഹോവ പറയുന്നത് ഇപ്രകാരമാണ്: എന്നാൽ ബാലിന് മടങ്ങാത്ത മുടങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരുമായി ആകെ 7000 പേരെ ഞാൻ എനിക്കായി ഇസ്രയേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. മുട്ടുമടക്കാത്ത, അവനെ ചുംബനം ചെയ്യാത്ത, ബാലിനെ ചുംബനം ചെയ്യാത്ത, മുട്ടുമടക്കാത്ത ആൾക്കാരെന്തേ അവിടെ ഉണ്ട്. ഇനി യഹോവ പറയുന്ന പദപ്രയോഗം ശ്രദ്ധിക്കുക. ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാൽ വിഗ്രഹത്തിന് മുമ്പാകെ മുഴങ്കാൽ മടക്കുന്നതും അതിനെ ചുംബനം ചെയ്യുന്നതും വിഗ്രഹാരാധനയായിട്ടാണ് യഹോവയായ ദൈവം പരിഗണിക്കുന്നത്. ബാലിൻ്റെ മുൻപാകെ മാത്രമല്ല, ഈ വചനം അനുസരിച്ച് ആകാശത്ത് നിന്ന് വീണെന്ന് പറയപ്പെടുന്ന കല്ലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതും അതിനെ ചുംബിക്കുന്നതും വിഗ്രഹാരാധന തന്നെയാണ്. മുഹമ്മദ് ഹജറുൽ അസ്വദിൻ്റെ മുമ്പാകെ ഇത് രണ്ടും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് വരെയുള്ള മുസ്ലിങ്ങൾ കോടിക്കണക്കിന് പേർ മുഹമ്മദ് ചെയ്തുകൊണ്ട് മാത്രം ആ കല്ലിന് മുമ്പിൽ മുട്ടുമടക്കുകയും അതിനെ ചുംബിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിഗ്രഹാരാധന എന്ന് ആണെന്നുള്ള ആ പാപം ചെയ്തെന്ന് മാത്രമല്ല, അനേകരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ പറയുമ്പോഴത്തേനും പറയാം, ആ കല്ലിന് എന്താ പ്രത്യേകത? ആ കല്ല് പാലിനേക്കാൾ വെളുത്തതായിരുന്നു. ആ കല്ല് ആദം സന്തതികളുടെ പാപം കാരണം കറുത്തു പോയെന്നൊക്കെയാണ് ഹദീസിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഭൂമിയിലെ കൈയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കല്ല് അള്ളാഹുവിൻ്റെ ഭൂമിയിലെ കൈയാണ് കറുത്ത കല്ല്, വലതുകരമാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കല്ലിനെന്താ പ്രത്യേകത? കല്ലിന് പ്രത്യേകതയില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം കല്ലിനെന്താ പ്രത്യേകത എന്നുള്ളത് നോക്കാം. ഇബ്നു അബ്ബാസ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, കറുത്ത കല്ല് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി, അത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു. ആദം സന്തതികളുടെ പാപങ്ങളാൽ അത് കറുത്തിരുന്നു. മനസ്സിലായോ? ആദം സന്തതികളുടെ പാപങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്ന് ഉമ്മ വെക്കുന്നതിനനുസരിച്ച് കല്ല് കറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അള്ളാഹുവും പാപം വലിച്ചെടുക്കും, കല്ലും പാപം വലിച്ചെടുക്കും. അപ്പം അള്ളാഹുവിൻ്റെ
രൂപം അല്ലെങ്കിൽ കളർ എന്തായിരിക്കും നിങ്ങൾ തന്നെ ചിന്തിക്കുക. കാരണം പാപം വലിച്ചെടുത്തപ്പോൾ കല്ല് കറുത്തു പോയെങ്കിൽ അതേ പരിപാടി തന്നെ അള്ളാഹുവും ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇനി അടുത്തത് കല്ലിന്റെ അടുത്ത ഗുണം. ഇബ്നു അബ്ബാസ് ഉദ്ധരിച്ചു, കല്ലിനെ കുറിച്ച് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, അള്ളാഹു ആണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അത് കാണുന്ന 2 കണ്ണുകളാലും സംസാരിക്കുന്ന നാവാലും അതിനെ ഉയർത്തും. അപ്പൊ 2 കണ്ണ്, സംസാരിക്കുന്ന നാവ് ഇതിനെ ഉയർത്തും. ഇതിനെ ഉയർത്തുന്നത് എന്തിനാണെന്നറിയാവോ? സായിദ് ബിൻ ജുബൈർ പറഞ്ഞു, ഇബ്നു അബ്ബാസ് പറയുന്നത് ഞാൻ കേട്ടു, അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, ഈ കല്ല് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ കൊണ്ടുവരപ്പെടും. അതിന് 2 കണ്ണുകൾ നൽകപ്പെടും, സംസാരിക്കാൻ 1 നാവും. അത് ആത്മാർത്ഥതയോടെ സ്പർശിച്ചവർക്ക് അത് സാക്ഷ്യം വഹിക്കും. ആത്മാർത്ഥതയോടെ ഇതിനെ സ്പർശിച്ചവർക്ക്, ആത്മാർത്ഥതയോടെ ഇതിനെ ഉമ്മ വെച്ചവർക്ക് ഈ കല്ല് സാക്ഷ്യം വഹിക്കും. അതിനുവേണ്ടിയാണ് 2 കണ്ണും സംസാരിക്കാൻ 1 നാവും ഒക്കെ അള്ളാഹു കൊടുക്കുന്നത്. മനസ്സിലായോ? അതുകൂടാതെ ഈ കല്ലിന് മനുഷ്യന്റെ മനസ്സിനെയും ആത്മാവിനെയും വിവേചിച്ച് മനസ്സിലാക്കാൻ ഹൃദയശുദ്ധിയോടെയാണോ മുസ്ലിങ്ങൾ ഈ കല്ലിനെ തൊട്ടതെന്ന് മനസ്സിലാക്കാനും ഇതിന് സാധിക്കുമെന്നുള്ള ഒരു ദൈവിക ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി അതുകൂടാതെ കറുത്ത കല്ലിന് അള്ളാഹുവിന്റെ വലത് കൈയുടെ സ്ഥാനമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്നെ കേട്ട നിങ്ങളോട് ചോദിക്കുകയാണ്, അപ്പൊ ഈ വിഗ്രഹാരാധന എങ്ങനെയുണ്ട്? വിഗ്രഹാരാധന ഇല്ലാന്നാണല്ലോ ഇവർ പറയുന്നത്. ലോകത്തുള്ള സകല മനുഷ്യരെയും കൂടെ ഒരു വിഗ്രഹത്തിന്റെ കീഴിലേക്ക് കൊണ്ടുപോയി നിർത്തി ഈ അംഗം കാണിച്ച മുഹമ്മദാണ്. അപ്പൊ വിഗ്രഹാരാധന ഉണ്ടോ ഇല്ലയോ? ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത, അവനെ ചുംബിക്കാത്ത ആൾക്കാരിരുന്നുകൊണ്ട് ഇത് പറയുമ്പോൾ ബാലിനെ പോലുള്ളവരുടെ മുമ്പിൽ മുട്ടുമടക്കി ചുംബിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേദന ഉണ്ടാവും. അത് ഉറപ്പുള്ള കാര്യമാണ്. റോമാലേഖനം 8-ാം അധ്യായം 8-9 പറയുന്നത് ഇങ്ങനെയാണ്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ ഇതേപോലെ 15 ജഡപ്രകാരമുള്ള ജീവിതം ജീവിക്കുകയല്ല. എന്തു ചെയ്യും? ആത്മസ്വഭാവം ഉള്ളവരെ പോലെ ജീവിക്കും. പക്ഷെ മുഹമ്മദ് എങ്ങനെ ജീവിച്ചു? 15 കാര്യങ്ങളിൽ 4 ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ ഇസ്ലാമിക മതപണ്ഡിതന്മാർ പൗലോസ് അപ്പോസ്തലനെ എങ്ങനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നുള്ളതുകൂടെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഫേസ്ബുക്കിലും ഒക്കെ കിടന്നുകൊണ്ട് എഴുതി വിടുന്ന കുറെ ജീവികൾ പൗലോസിനെ പറ്റി വളരെ മോശം എഴുതി വിടുമ്പോൾ ഒരു കാര്യം ആലോചിച്ചു. നിങ്ങളറിയാത്ത നിങ്ങളെക്കാളും ഉയർന്ന ചിന്താഗതിയിൽ അള്ളാഹുവിനോട് സ്നേഹം കാണിച്ച് മുഹമ്മദിനോട് സ്നേഹം കാണിച്ച് കിടന്ന നിങ്ങളുടെ മതപണ്ഡിതന്മാരെ പൗലോസിനെ ബഹുമാനിച്ചിരുന്നു, പൗലോസിനെ സ്നേഹിച്ചിരുന്നു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ജഡത്തിന്റെ പ്രവർത്തികൾ മുഹമ്മദ് ജനിക്കുന്നതിന് നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ, കാലങ്ങൾക്ക് മുമ്പേ ജഡത്തിന്റെ പ്രവർത്തികളെ പറ്റി എഴുതിയപ്പോൾ ഈ 15 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാള് ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ അറിയാമായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മുഹമ്മദിന്റെ പ്രവർത്തികൾ കാരണം ഫേസ്ബുക്കിലും മറ്റുള്ള സ്ഥലത്തും മുഹമ്മദിനെ പറ്റി ഉയർത്തി പൗലോസ് അപ്പോസ്തലനെ പറ്റി മോശമാക്കി എഴുതിയിടുന്നവർ കാരണം ഇങ്ങനൊരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയും. നീ എന്നെ കേട്ടവരോട് പറയട്ടെ, പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ജഡസ്വഭാവത്തിനുണ്ടായിരുന്ന ആ മനുഷ്യൻ അത് മൊത്തവും മാറ്റിയിട്ട് പുതിയ സൃഷ്ടിയായി തീർന്നെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പിൻപറ്റിയ ഒരാൾക്കൊരു മാതൃകയുണ്ടായിരുന്നു. മുഹമ്മദിനൊരു മാതൃകയില്ലായിരുന്നു. നിങ്ങൾക്ക് പിൻപറ്റാൻ പറ്റുന്ന ഒരു മാതൃക മുഹമ്മദിലില്ല. പൗലോസ് അപ്പോസ്തലൻ തന്റെ മിഷണറി യാത്രയിൽ എവിടെയും വാളെടുത്തല്ല ക്രിസ്തുവിനെ പ്രസംഗിച്ചത്. പൗലോസ് അപ്പോസ്തലൻ തർക്കിച്ചിട്ടുണ്ട്, വാദിച്ചിട്ടുണ്ട്, സംവാദം നടത്തിയിട്ടുണ്ട്, എവിടെയും വാളെടുത്തിട്ടില്ല. എന്നാൽ മുഹമ്മദിന്റെ നിങ്ങളുടെ മതയാത്രയിൽ ചെല്ലുന്ന സ്ഥലങ്ങളിൽ മുഴുവനും മുഹമ്മദ് എന്ന പേര് കേട്ടാൽ 1 മാസം വഴി ദൂരം അപ്പുറത്തുള്ളവർ പോലും ഭയപ്പെടുന്ന രീതിയിലായിരുന്നു. പൗലോസ് വരുവാൻ പൗലോസിന്റെ കൂട്ടത്തിലുള്ളവർ ഒരുമിച്ച് ആഗ്രഹിച്ചിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? ജഡസ്വഭാവങ്ങളെ മാറ്റിവെച്ച് ആത്മസ്വഭാവമുള്ളവനായി തീർന്ന പൗലോസ് അപ്പോസ്തലനെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം.
നിങ്ങൾക്ക് ജഡസ്വഭാവമുള്ള മുഹമ്മദിനെ അല്ലാതെ ജഡസ്വഭാവത്തിന് വേണ്ടി ജീവിക്കുന്ന മുഹമ്മദിന് വേണ്ടി ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുന്ന ഒരു ദൈവത്തെ അല്ലാതെ ആത്മസ്വഭാവത്തിൽ ജീവിക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവത്തെ ഖുറാനിലോ ഹദീസിലോ കാണത്തില്ല. ആത്മസ്വഭാവം എന്താണെന്ന് മുഹമ്മദിനോ നിങ്ങൾക്കോ അറിയത്തില്ല. പൗലോസിനെതിരെ ഇങ്ങനെ എഴുതിയിടുമ്പോൾ ആലോചിച്ചോ, ഇങ്ങനെയുള്ള മറുപടികൾ തരാൻ വിശുദ്ധ വേദപുസ്തകമുണ്ട്, നിങ്ങളുടെ പുസ്തകങ്ങളും ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് പറയുകയാണ്, മുഹമ്മദിന്റെ മാതൃകയിലല്ല ക്രിസ്തു വെച്ചിട്ട് പോയ മാതൃകയിൽ തുടർന്നു പോയ പൗലോസിനും ഇന്നേ വരെയുള്ള ക്രിസ്ത്യാനികൾക്കും എവിടെയും തല ഉയർത്തിയെന്നുകൊണ്ട് പറയാൻ പറ്റും, ഞങ്ങൾ ക്രിസ്തുവിന്റെ മാതൃകയിൽ പിൻപറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ഞങ്ങൾക്ക് നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. നിങ്ങൾക്കൊരു മാതൃകയും തരാൻ മുഹമ്മദിന് കഴിഞ്ഞിട്ടില്ല. ചിലവർ പറയും ചിരിക്കാൻ പഠിപ്പിച്ചു മുഹമ്മദ്. 10 മാതൃക പറയാം. മുഹമ്മദ് ചിരിക്കാൻ പഠിപ്പിച്ചു. അപ്പൊ ഈ പുള്ളിക്ക് നബുവത്ത് കിട്ടുന്നതിന് മുമ്പ് വരെ ഒന്നും പുള്ളി ചിരിച്ചിട്ടില്ല. പല്ല് തേക്കാൻ പഠിപ്പിച്ചു. അപ്പൊ ഇത് പ്രവാസകനാകുന്നതിന് മുമ്പ് പല്ല് തേച്ചിട്ടില്ല. മീശ പഠിച്ചിട്ട് താടി വെക്കാൻ പഠിപ്പിച്ചു. അപ്പൊ അതിനു മുമ്പ് എങ്ങനെ ആയിരുന്നു? കുളിക്കാൻ പഠിപ്പിച്ചു. ഇതൊക്കെ ഓരോരുത്തരും മുഹമ്മദിന്റെ മാതൃകളെ പറ്റി പറയുന്നത്. കുളിക്കാൻ പഠിപ്പിച്ചു, പല്ല് തേക്കാൻ പഠിപ്പിച്ചു, മീശ പഠിച്ചിട്ട് താടി മാത്രം വെക്കാൻ പഠിപ്പിച്ചു, ഇടത്തോട്ട് മുണ്ടെടുക്കാൻ പഠിപ്പിച്ചു. പുള്ളി മുണ്ടെടുത്തോന്ന് പോലും നമുക്കറിയത്തില്ല. ഈ നരയാണിക്ക് മുകളിൽ പാൻറ് ഇടാൻ പഠിപ്പിച്ചു. ഇതൊക്കെയാണ് ഓരോരുത്തരും വന്നിട്ട് പറയുന്നത്. പിന്നെ നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അപ്പുറത്തെ വീട്ടിലുള്ളവൻ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ വയറ് നിറച്ച് കഴിക്കരുതെന്ന്. അത് ശരിയാണ്. എടാ, നീ ആവശ്യത്തിന് കഴിച്ചോ, വയറ് നിറയ്ക്കരുത്. എന്നാലും അവന് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. ആ സ്നേഹത്തെ നിസ്തുല്യ സ്നേഹത്തിലേക്ക് പൗലോസപ്പോസ്തലൻ വന്നപ്പോൾ പൗലോസപ്പോസ്തലന്റെ ജീവിതത്തിന് വരെ മാറ്റം ഉണ്ടായി. ഏറ്റവും നല്ല മാതൃകയിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചു. അങ്ങനെ ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്ക് മാതൃകയുണ്ട്. എന്നെ കേട്ട മുസ്ലിം സഹോദരങ്ങളോടും ക്രിസ്തുവിനെ പിൻപറ്റാത്ത എല്ലാവരോടും പറയുകയാണ്, ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ രക്ഷിക്കപ്പെടുവാൻ ഒരു നാമമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തു എന്ന നാമം. ആ നിസ്തുല്യ നാമത്തിൽ പിന്തുടരുക. അല്ലാതെ മരിച്ചു കഴിഞ്ഞ് നേരെ കബറിലേക്ക് ഇറക്കി വെച്ച് മുൻകീറിനെ നക്കീറിന്റെ അടിമേടിച്ച് കാഹള ഊതുന്ന കാലം വരെ കബർ ദണ്ഡനത്തിലും കബർ ശിക്ഷയിലും കിടന്ന് അടിമേടിക്കാതെ ക്രിസ്തുവിൽ നിദ്ര ഭാവിച്ചവൻ അവനോട് ചേർക്കപ്പെടത്തക്ക രീതിയിലേക്ക് ആ ഒരു നിസ്തുല്യമായ സ്നേഹത്തിലൂടെ ജീവിക്കുവാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പൗലോസ് അപ്പോസ്തലനെ ഇസ്ലാമിക പണ്ഡിതന്മാർ എങ്ങനെ ബഹുമാനിച്ചിരുന്നു, അവരെങ്ങനെയായിരുന്നു പൗലോസിനെ കണ്ടിരുന്നത്, അതിനുശേഷം ഇപ്പോൾ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ബാക്കി 5 മുതൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കിടക്കുന്നു. അതും നിങ്ങളുടെ മുമ്പിലേക്ക് മുഹമ്മദിന്റെ ജീവിതം എങ്ങനെയാണെന്ന് തുറന്നു കാണിക്കാൻ ദൈവം അനുവദിച്ചാൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.